Hi students, welcome to the 12th lecture of engineering mechanics. So in the previous lecture we have discussed some of the problems related to moment of a force. Okay, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മൊമെന്റ് ഓഫ് എ ഫോഴ്സിൻ്റെ കുറച്ച് പ്രോബ്ലംസ് നോക്കിയിരുന്നു. അതിൻ്റെ സൊല്യൂഷനാണ് നമ്മൾ നോക്കിയത്. അതായത് നമ്മുടെ റിസൾട്ടൻ്റ് ആക്ട് ചെയ്യുന്ന പോയിന്റും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മൊമെന്റ് ഉപയോഗിച്ചിരുന്നു. അതുപോലെ തന്നെ ഇക്വിലിബ്രിയം കണ്ടീഷൻസ് ഉപയോഗിച്ചിരുന്നു. സോ ഈ ക്ലാസ്സിൽ നമ്മൾ കുറച്ചും കൂടെ ഒന്ന് രണ്ട് റിലേറ്റഡ് പ്രോബ്ലംസ് കൂടെ നോക്കുകയാണ്. കാരണം ഇതുപോലത്തെ പ്രോബ്ലംസ് റിപ്പീറ്റായിട്ട് യൂണിവേഴ്സിറ്റിയിൽ ചോദിക്കാറുണ്ട്. സോ നമുക്ക് ഈ മോഡ്യൂളിൽ ഇത്രയാണുള്ളത്. ഈ മോഡ്യൂളിൽ മെയിനായിട്ട് കൺകറൻറ്റ് കോൾപ്ലാനർ ഫോഴ്സസും പിന്നെ മൊമെൻറ്റും എന്താ പറയുക ഇക്വിലിബ്രിയം കണ്ടീഷൻസും പിന്നെ ലോസ് ഓഫ് മെക്കാനിക്സും ഒക്കെയാണുള്ളത്. സോ ലോസ് ഓഫ് മെക്കാനിക്സ് ഒക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇക്വിലിബ്രിയം കണ്ടീഷൻ്റെ പ്രോബ്ലംസ് ചെയ്തിരുന്നു. ഇനി നമുക്ക് മൊമെൻറ്റ് ഉപയോഗിച്ചിട്ട് റിസൾട്ടൻ്റ് കണ്ടുപിടിക്കാനും അതിൻ്റെ പൊസിഷൻ കണ്ടുപിടിക്കാനൊക്കെയുള്ള പ്രോബ്ലംസ് വരാറുണ്ട്. സോ നെക്സ്റ്റ് പ്രോബ്ലത്തിലേക്ക് പോവാം. 6 ഫോഴ്സസ് ഓഫ് മാഗ്നിറ്റ്യൂഡ് 10 kN, 12 kN, 15 kN, 12 kN, 16 kN and 10 kN are acting along the sides of a regular hexagon of side 2 meter in order. Find the resultant force and its direction. Find also the position of the resultant with respect to the center of the hexagon. സോ ഇതാണ് നമ്മുടെ ഫോഴ്സ് പോളിഗൺ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇതൊരു ഹെക്സഗൺ ആണ്. ഓക്കെ, അപ്പോൾ ഹെക്സഗണിൻ്റെ ഓരോ സൈഡിലുമായിട്ടാണ് നമ്മുടെ ഈ ഫോഴ്സുകൾ ആക്ട് ചെയ്യുന്നത്. 12 kN, 16 kN, 10 kN, 10 kN, 12 kN ആൻഡ് 15 kN. സോ ഹെക്സഗണിൻ്റെ ഒരു സൈഡിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 2 മീറ്റർ ആണ് തന്നിട്ടുണ്ട്. ഹെക്സഗണിൻ്റെ സൈഡ് എന്ന് പറയുന്നത് 2 മീറ്റർ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ എന്താ പറയുക റിസൾട്ടൻറ്റും അതിൻ്റെ പൊസിഷനുമാണ് കണ്ടുപിടിക്കാൻ പറ്റില്ല. അതായത് ഒരു ഹെക്സഗൺ ഉണ്ട് 2 മീറ്റർ സൈഡിലുള്ള, അപ്പോൾ അതിൻ്റെ ഓരോ സൈഡിലും ഓരോരോ ഫോഴ്സുകൾ ആക്ട് ചെയ്യുന്നുണ്ട്. മാഗ്നിറ്റ്യൂഡ് 12, 10 ഒക്കെ ആയിട്ടുള്ള ഫോഴ്സുകൾ. സോ ഇതിൻ്റെ നമുക്ക് കണ്ടുപിടിക്കാനുള്ള റിസൾട്ടൻറ്റും അത് എവിടെ ആക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഇത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ കണ്ടുപിടിക്കാം. എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സോ ഞാൻ പറഞ്ഞു, ഫസ്റ്റ് റിസൾട്ടൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കണം. അത് കഴിഞ്ഞിട്ട് റിസൾട്ടൻറ്റ് എവിടെയാണ് ആക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിൻ്റെ പൊസിഷൻ കണ്ടുപിടിക്കണം. സോ നമുക്ക് ആദ്യം ഫസ്റ്റ് സ്റ്റെപ്പിൽ നോക്കാം, ഫൈൻഡ് ദ റിസൾട്ടൻറ്റ് ഓഫ് ദ ഫോഴ്സ്. സോ ഇത്രയും ഫോഴ്സുകൾ തന്നിട്ടുണ്ട്. ഇതിൻ്റെ റിസൾട്ടൻറ്റ് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? സോ എന്താ ചെയ്യേണ്ടത്? നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഫൈൻഡ് ദ സം ഓഫ് ഓൾ ദ ഹൊറിസോണ്ടൽ കോമ്പണൻറ്റ് ഓഫ് ഫോഴ്സസ് കണ്ടുപിടിക്കുക. എന്തായിരുന്നു? സിഗ്മ എഫ് എക്സ് എന്ന് പറയും കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ എഫ് എച്ച് എന്ന് പറയാം നമുക്ക്. ഓക്കെ, സിഗ്മ എഫ് എക്സ് ഓർ സിഗ്മ എഫ് എച്ച് എന്ന് പറയാം. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക? എന്താ കിട്ടുക? സിഗ്മ എഫ് എച്ച് എന്ന് പറഞ്ഞാൽ എന്താ കിട്ടുക? നമുക്ക് നോക്കാം. ഹൊറിസോണ്ടൽ കോമ്പോണൻസ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. സോ ഇവിടെ ഹൊറിസോണ്ടലായിട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സുകൾ ഏതൊക്കെയാണ് ഉള്ളത്? 10 kN, 12 kN അവിടെ ഹൊറിസോണ്ടലായിട്ടാണ് ആക്ട് ചെയ്യുന്നത് അല്ലേ? 12 kN, 10 kN. അതിനകത്ത് 12 kN എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് എക്സ് ഡയറക്ഷനാണ് ആക്ട് ചെയ്യുന്നത്. സോ നെഗറ്റീവ് എന്ന് എടുക്കാം. സോ നെഗറ്റീവ് 12 എന്ന് എടുത്തു. 10 kN എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് എക്സ് ഡയറക്ഷനാണ് ആക്ട് ചെയ്യുന്നത്. സോ പ്ലസ് 10 എന്ന് എടുക്കാം. സോ 10 - 12 എന്ന് വരും. പിന്നെന്താ ഉള്ളത്? ഇതെല്ലാം കോമ്പണൻ്റ് 16 kN-ൻ്റെയും 10 kN-ൻ്റെയും 15 kN-ൻ്റെയും 12 kN-ൻ്റെയും എക്സ് കോമ്പണൻ്റ് വരും. ഓക്കെ, ഇവിടെ ഈ ഒരു ഹെക്സഗൺ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നമ്മുടെ ഈ ആംഗിൾ എങ്ങനെയാണ് കിട്ടുക നോക്കാം അല്ലേ? സോ ഒരു ഹെക്സഗണിൻ്റെ ഇൻക്ലൂഡഡ് ആംഗിൾ എന്ന് പറയുന്നത് 120 ഡിഗ്രി ആയിരിക്കും. സോ ഈ ആംഗിൾ എന്ന് പറയുന്നത് 120 ഡിഗ്രി ആയിരിക്കും. സോ ഇത് 120 ഡിഗ്രി ആണെങ്കിൽ ഇത് കഴിഞ്ഞിട്ടുള്ള ഹൊറിസോണ്ടലായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ എന്തായിരിക്കും? അതായത് ഈ ആംഗിൾ എന്തായിരിക്കും? 60 ആയിരിക്കും. ഓക്കെ, സോ ടോട്ടൽ 180 ആയിരിക്കും. സോ ഇത് 120 ആണെങ്കിൽ ഇവിടെ 60 ആയിരിക്കും. അതുപോലെ തന്നെ ഈ സൈഡിലും 60 ആയിരിക്കും. ഓക്കെ, എല്ലായിടത്തും 60 വരിക. ഇവിടെയൊക്കെ 60 ആണ് വരിക. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെയും 60 ആണ് വരിക. എല്ലാം ഇൻക്ലൈൻ ആയിട്ടുള്ള 60-ലായിരിക്കും. 12 kN, 15 kN ഹൊറിസോണ്ടലായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് 60 ഡിഗ്രി ആയിരിക്കും. സോ അങ്ങനെയാണെങ്കിൽ എന്ത് വരും? ഇവിടെ 12 kN എക്സ് കോമ്പണൻ്റ് എടുത്ത് നോക്കുക. എന്താ വരിക? 12 cos 60 എന്ന് വരും. സോ ഈ എന്താ പറയുക 12ൻ്റെ എക്സ് കോമ്പണൻ്റ് എന്ന് പറയുന്നത് 12 cos 60 വരും. അത് പ്ലസ് ഡയറക്ഷനാണ്, പോസിറ്റീവ് എക്സ് ഡയറക്ഷനിലായതുകൊണ്ട് പ്ലസ് 12 cos 60 എന്ന് എഴുതാം. അടുത്ത എന്താ ഉള്ളത്? 15 kN. 15 kN ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത് അവിടെയും 60 ഡിഗ്രിയാണ് വരിക. ഓക്കെ, 60 ഡിഗ്രി ആയതുകൊണ്ട് തന്നെ ഇവിടെ 15 cos 60 എന്ന് വരും.
ഓക്കെ, 15 cos 60 എന്ന് വരും. സോ മൈനസ് 15 cos 60 എന്ന് എഴുതാം അല്ലേ. കാരണം ഇതിൻ്റെ 15 കിലോ ന്യൂട്ടൻ്റെ എക്സ് കോമ്പണൻ്റ് എന്ന് പറയുന്നത് ഈ നെഗറ്റീവ് എക്സ് ഡയറക്ഷനിലാണ് ഉണ്ടാവുക. കാരണം ഇത് അപ്വേർഡ് ഡയറക്ഷനാണ്. ഇതിൻ്റെ എക്സ് കോമ്പണൻ്റ് എടുത്തു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെയുള്ള ഡയറക്ഷനാണ് വരിക അല്ലേ. അതുകൊണ്ട് തന്നെ മൈനസ് 15 cos 60 എന്ന് വരും. മൈനസ് 15 cos 60 എന്ന് വരും. ഓക്കെ, അതുപോലെ തന്നെ 16 കിലോ ന്യൂട്ടൻ്റെ എക്സ് കോമ്പണൻ്റ്, ഈ ആംഗിൾ എന്ന് പറയുന്നത് 60 ആണെന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് തന്നെ 16 cos 60 എന്ന് വരും അല്ലേ. അതും നെഗറ്റീവ് എക്സ് ഡയറക്ഷനിലാണ് വരുന്നത്. പിന്നെ 10 കിലോ ന്യൂട്ടൻ്റെ എക്സ് കോമ്പണൻ്റ് എന്ന് പറയുന്നത് 10 cos 60 എന്ന് വരും. സോ അത് പ്ലസ് ഡയറക്ഷനിലാണ്, അല്ലെങ്കിൽ പോസിറ്റീവ് എക്സ് ഡയറക്ഷനാണ്. സോ പ്ലസ് 10 cos 60 എന്ന് വരും. അതായത് എഫ് എച്ച് ഈക്വൽ ടു 10 + 12 cos 60 മൈനസ് 15 cos 60 മൈനസ് 12 മൈനസ് 16 cos 60 പ്ലസ് cos 60 എന്ന് വരും. ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മൈനസ് 6.5 കിലോ ന്യൂട്ടൺ എന്ന് കിട്ടും. അതായത് ഒറിജിനൽ കോമ്പണൻ്റ് നെഗറ്റീവ് 6.5 കിലോ ന്യൂട്ടൺ ആണെന്ന് കിട്ടി. ഇനി ഫൈൻഡ് ദ സം ഓഫ് ഓൾ ദ വെർട്ടിക്കൽ കോമ്പണൻസ് ഓഫ് ഫോഴ്സസ് സിഗ്മ എഫ് വൈ അല്ലെങ്കിൽ സിഗ്മ എഫ് വെർട്ടിക്കൽ എന്ന് പറയുന്നതായിരിക്കും വരിക. ഇവിടെ വെർട്ടിക്കൽ കോമ്പണൻ്റ് എന്തൊക്കെയാണുള്ളത്? ഇവിടെ 12നും 10നും വെർട്ടിക്കൽ കോമ്പണൻ്റ് ഇല്ല, അത് നമുക്ക് 0 എന്ന് എടുക്കാം. അത് കഴിഞ്ഞിട്ട് എന്താ ഉള്ളത്? 16 കിലോ ന്യൂട്ടൻ്റെ വെർട്ടിക്കൽ കോമ്പണൻ്റ്. സോ 16 കിലോ ന്യൂട്ടൻ്റെ വെർട്ടിക്കൽ കോമ്പണൻ്റ് എന്ന് പറഞ്ഞാൽ ആക്ടിങ് ഡൗൺവേർഡ്സ് ആയിരിക്കും ഉണ്ടാവുക അല്ലേ. എന്താ വരിക? 16 sin 60 എന്ന് വരും അല്ലേ. ഡൗൺവേർഡ്സ് ആയതുകൊണ്ട് തന്നെ നെഗറ്റീവ് വൈ ഡയറക്ഷനിൽ ആയതുകൊണ്ട് തന്നെ മൈനസ് 16 sin 60 എന്ന് എഴുതാം. സോ അതുപോലെ തന്നെ 10 കിലോ ന്യൂട്ടൻ്റെ വൈ കോമ്പണൻ്റ് അല്ലെങ്കിൽ വെർട്ടിക്കൽ കോമ്പണൻ്റ് എന്ന് പറയുന്നത് 10 cos 60 എന്ന് വരും. 10 sin 60 എന്ന് വരും. സോ ഈ ആംഗിൾ 60 ആണെങ്കിൽ ഇവിടെ 10 sin 60 എന്ന് എഴുതാം അല്ലേ. അതായത് ഈ കോമ്പണൻ്റ് എന്ന് പറഞ്ഞാൽ വെർട്ടിക്കൽ കോമ്പണൻ്റ് 10 sin 60 ആയിരിക്കും. അത് നെഗറ്റീവ് ഡയറക്ഷനിലായതുകൊണ്ട് നെഗറ്റീവ് 10 sin 60 എന്ന് എഴുതാം. അതുപോലെ 12ൻ്റെ ഈ ഒരു 12ൻ്റെ വെർട്ടിക്കൽ കോമ്പണൻ്റ് എന്ന് പറയുന്നത് അപ്വേർഡ്സ് ആയിരിക്കും. എന്താ വരിക? 12 sin 60 പ്ലസ് 12 sin 60 വരും. അതുപോലെ തന്നെ 15 കിലോ ന്യൂട്ടൻ്റെ വെർട്ടിക്കൽ കോമ്പണൻ്റ് എന്ന് പറയുന്നത് 15 sin 60 എന്ന് വരും. അതും പ്ലസ് ആണ്. ഓക്കെ, സോ ഇതൊക്കെ ചെയ്യുമ്പോൾ 0.866 കിലോ ന്യൂട്ടൺ എന്ന് വരും. സോ ദാറ്റ് ഈസ് പോസിറ്റീവ്. സോ എഫ് ഹൊറിസോണ്ടലും കിട്ടി, സിഗ്മ എഫ് ഹൊറിസോണ്ടലും കിട്ടി, സിഗ്മ എഫ് വെർട്ടിക്കലും കിട്ടി. ഇനി നമുക്ക് ഇതിൻ്റെ എന്താ പറയുക, റിസൾട്ടൻറ്റ് ഫോഴ്സ് കണ്ടുപിടിക്കാം. റിസൾട്ടൻറ്റ് ഫോഴ്സ് എന്താ വരിക? റിസൾട്ടൻറ്റ് ഫോഴ്സ് ആർ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് സിഗ്മ എഫ് എച്ച് സ്ക്വയർ പ്ലസ് സിഗ്മ എഫ് ഇ സ്ക്വയർ എന്ന് കിട്ടും. സോ റൂട്ട് ഓഫ് 6.5 സ്ക്വയർ പ്ലസ് റൂട്ട് ഓഫ് 0.866 സ്ക്വയർ എന്ന് വരും. മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് 6.56 കിലോ ന്യൂട്ടൺ എന്ന് കിട്ടും. ഓക്കെ, സോ റിസൾട്ടൻറ്റ് ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് നമുക്ക് കിട്ടി. ഇനി നമുക്ക് ആംഗിൾ കണ്ടുപിടിക്കണം. അതല്ലേ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. നെക്സ്റ്റ് ആംഗിൾ കണ്ടുപിടിക്കണം. ആംഗിൾ എങ്ങനെ കണ്ടുപിടിക്കാം? ആംഗിൾ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് ഫൈൻഡ് ദ ഇൻക്ലിനേഷൻ എന്ന് പറയുന്നത് തീറ്റ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് സിഗ്മ എഫ് വൈ ബൈ സിഗ്മ എഫ് എച്ച്. ടാൻ ഇൻവേഴ്സ് സിഗ്മ എഫ് വൈ ബൈ സിഗ്മ എഫ് എച്ച്, അതായത് ടാൻ ഇൻവേഴ്സ് 0.866 ഡിവൈഡ് ബൈ 6.5 എന്ന് പറയും. സോ ഇവിടെ നമ്മൾ എടുക്കുമ്പോൾ എന്ന് വെച്ചാൽ എന്താ പറയുക, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് നെഗറ്റീവോ പോസിറ്റീവോ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. അല്ലാണ്ട് തന്നെ എടുത്തിട്ട് ആംഗിൾ കണ്ടുപിടിക്കുക. അപ്പോൾ 7.59 എന്ന് കിട്ടും. സോ തീറ്റയാണ് 7.59 എന്ന് പറയുന്നത്. സോ ഈ തീറ്റ എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ, അതായത് ഹൊറിസോണ്ടൽ ആയിട്ടുള്ള സിഗ്മ എഫ് എച്ചുമായിട്ടുള്ള ആംഗിളാണ്. സിഗ്മ എഫ് എച്ച് എന്ന് പറയുന്നത് ഇവിടെ അറിയാം മൈനസ് 6.5 കിലോ ന്യൂട്ടൺ ആണ്. എന്താ വരിക? നെഗറ്റീവ് എക്സ് ഡയറക്ഷനിലാണ് അത് വരിക അല്ലേ. സോ ആ ഒരു എക്സ് ആക്സിസും റിസൾട്ടൻറ്റും ആയിട്ടുള്ള ആംഗിളാണ്. ഇവിടെ നമ്മളെ റിസൾട്ടൻറ്റ് വരിക എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എഫ് ഇ എന്ന് പറയുന്നത് പോസിറ്റീവും എഫ് എച്ച് സിഗ്മ എഫ് ഇ എന്ന് പറയുന്നത് പോസിറ്റീവും സിഗ്മ എഫ് എച്ച് എന്ന് പറയുന്നത് നെഗറ്റീവുമാണ്. സോ അതുകൊണ്ട് തന്നെ സെക്കൻഡ് ക്വാഡ്രൻറ്റിലാണ് റിസൾട്ടൻറ്റ് വരിക. സോ സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ നമ്മുടെ സിഗ്മ എഫ് എച്ചുമായിട്ടുണ്ടാക്കുന്ന ആംഗിളാണ് തീറ്റ എന്ന് പറയുന്നത്. അതായത് 7.59 എന്ന് പറയുന്നത് ഈ ഒരു ആംഗിളാണ് വരുന്നത്. എഫ് എച്ചുമായിട്ടുണ്ടാക്കുന്ന ആംഗിൾ അല്ലെങ്കിൽ റിസൾട്ടൻ്റ് എഫ് എച്ചുമായിട്ടുണ്ടാക്കുന്ന ആംഗിൾ. സോ നമുക്ക് തീറ്റ ആർ എന്ന് പറയുന്നത് ഈ പോസിറ്റീവ് എക്സ് ആക്സുമായിട്ടുണ്ടാക്കുന്ന ആംഗിളാണ്. അത് കിട്ടാൻ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ചെയ്ത പോലെ തന്നെ എന്താ പറയുക, സെക്കൻഡ് ക്വാഡ്രൻറ്റിലായതുകൊണ്ട് 180 മൈനസ് തീറ്റ ആയിരിക്കും ഈ ആംഗിൾ എന്ന് പറയുന്നത് അല്ലേ. ഒന്നുകിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം, അതായത് ഇൻക്ലിനേഷൻ ഓഫ് ദ റിസൾട്ടൻറ്റ് തീറ്റ ആർ വിത്ത് ഹൊറിസോണ്ടൽ എക്സ് ആക്സിസ് എന്ന് പറയുന്നത് പ്ലസ് എക്സ് ആക്സിസ് അല്ലെങ്കിൽ ഈ ഒരു എക്സ് ആക്സുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് തീറ്റ ആർ എന്ന് പറയും.
അതെന്ന് പറയുന്നത് 180 മൈനസ് തീറ്റ അല്ലെങ്കിൽ 180 മൈനസ് 7.59 ആണ്. 172.41 എന്ന് കിട്ടും. ഓക്കെ, നമുക്കിവിടെ റിസൾട്ടൻറ്റും കിട്ടി, റിസൾട്ടൻ്റെ മാഗ്നിറ്റ്യൂഡും കിട്ടി, അതിൻ്റെ ഡയറക്ഷനും കിട്ടി. അതായത് ഏത് ക്വാഡ്രൻറ്റിലാണ് ഏത് ആംഗിളിലാണ് ആക്ട് ചെയ്യുന്നത് കിട്ടി. ഇനി നമുക്ക് ഇത് ഏത് പോയിന്റിലാണ് ആക്ട് ചെയ്യുന്നത് കിട്ടണം, അല്ലെങ്കിൽ ഇത് ഈ ഒരു സിസ്റ്റത്തിൻ്റെ എവിടെയാണ് ആക്ട് ചെയ്യുന്നത് കിട്ടണം. അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മൊമെൻ്റ് എടുക്കുന്നത്. നേരത്തെ ഇതുപോലെ തന്നെ മൊമെൻ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. സോ അതാണ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഫൈൻഡ് ദ പോയിന്റ് അറ്റ് വിച്ച് ദ റിസൾട്ടൻ്റ് ആർ ഈസ് ആക്ടിങ്. സോ ആർ എന്ന് പറയുന്നത് എവിടെയാണ് ആക്ട് ചെയ്യുന്നത് കണ്ടുപിടിക്കണം. അതിനു വേണ്ടിയിട്ട് നമ്മൾ മൊമെൻ്റ് എടുക്കുന്നു. ടേക്ക് ദ മൊമെൻ്റ് ഓഫ് ഓൾ ദ ഫോഴ്സസ് അബൌട്ട് ദ സെൻറ്റർ ഓ. സോ ഇവിടെ എങ്ങനെയാണ് നമ്മൾ മൊമെൻ്റ് കണ്ടുപിടിക്കുന്നത്? മൊമെൻ്റ് ഓഫ് ഓൾ ദ ഫോഴ്സസ് അബൌട്ട് സെൻറ്റർ പോയിന്റ് ഓ, അതാണ് കണ്ടുപിടിക്കേണ്ടത്. സോ എല്ലാ ഫോഴ്സിൻ്റെയും സെൻറ്ററിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ ഡിസ്റ്റൻസ് ആണ്. ഈ കാണിച്ചിരിക്കുന്ന ഡിസ്റ്റൻസ് ആണ് എല്ലാ ഫോഴ്സിൻ്റെയും സെൻറ്ററിൽ നിന്ന് ആ ഫോഴ്സിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അതായത് ഇവിടെയാണെങ്കിൽ ഇങ്ങനെ വരും അല്ലേ, ഇവിടെയാണെങ്കിൽ ഇങ്ങനെ വരും. സോ ഇത് നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ. എല്ലാ ഫോഴ്സിൻ്റെ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും അല്ലേ. ഇവിടെ നിന്ന് സെൻറ്ററിൽ നിന്ന് ഇതിലേക്കുള്ള ഈ ഫോഴ്സിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് തന്നെയായിരിക്കും ഈ സെൻറ്ററിൽ നിന്ന് ഈ ഫോഴ്സിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് അല്ലേ. എല്ലാം അതുപോലെ തന്നെ ആയിരിക്കും. അത് തന്നെയായിരിക്കും ഇവിടെ നിന്ന് ഇവിടത്തേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. സോ അത് സെയിം ആയിരിക്കും. ഇനി എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? നമ്മൾ അതൊരു ആംഗിൾ, ഒരു എന്താ പറയുക, ഇതൊരു ട്രയാങ്കിൾ ആയിരിക്കും അല്ലേ. ഇതൊരു ട്രയാങ്കിൾ ആയിരിക്കും. അതിൻ്റെ ആംഗിൾ എന്ന് പറയുന്നത് 60 ഡിഗ്രി ആയിരിക്കും. ഇവിടെ 60 ഡിഗ്രി ആയിരിക്കും. അതുപോലെ തന്നെ ഈ ആംഗിളും 60 ഡിഗ്രി ആയിരിക്കും. ഇവിടെയും 60 ഡിഗ്രി ആയിരിക്കും. സോ അങ്ങനെയാണെങ്കിൽ ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. അതായത് ഇവിടെ ഉണ്ടാകുന്ന ഈ ഒരു ട്രയാങ്കിൾ തന്നെയാണ് എന്താ പറയുക, നമ്മൾ ഇതിനകത്ത് ഇവിടെ ഒരു ട്രയാങ്കിൾ വരച്ചു കഴിഞ്ഞാൽ അത് തന്നെ ആയിരിക്കും, ഈ ഒരു ട്രയാങ്കിൾ വരച്ചു കഴിഞ്ഞാൽ അത് തന്നെയായിരിക്കും ഇവിടെ ഉണ്ടാകുന്ന ട്രയാങ്കിൾ എന്ന് പറയുന്നത് അല്ലേ. സോ അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ സൈഡ് എന്ന് പറയുന്നത് ഇത് 2 മീറ്റർ ആയിരിക്കും. സോ എല്ലാ ആംഗിളും സെയിം ആണ് ഇവിടെ. അതുകൊണ്ട് തന്നെ എല്ലാ സൈഡ്സും ഈക്വൽ തന്നെ ആയിരിക്കും. ഓക്കെ, മനസ്സിലായില്ലേ? അതായത് ഈ സൈഡും ഈ സൈഡും ഈ സൈഡും ഈക്വൽ തന്നെ ആയിരിക്കും. സോ താഴത്ത് 2 മീറ്റർ ആയതുകൊണ്ട് തന്നെ ഇവിടെ 2 മീറ്റർ ആയിരിക്കും, ഈ എഡ്ജും 2 മീറ്റർ ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മളൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് 60 ഡിഗ്രി ആയതുകൊണ്ട് തന്നെ ഇവിടെ സൈൻ 60 എന്ന് പറഞ്ഞാൽ എന്താ വരിക? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് എഴുതാം അല്ലേ. സൈൻ 60 എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ ഈ സൈഡ് എന്താണ് വരിക? 2 സൈൻ 60 എന്ന് എഴുതിക്കൂടെ? സോ എങ്ങനെയാണെന്ന് ഒന്ന് മനസ്സിലായോ? അതായത് സൈൻ 60 എന്ന് പറയുന്നത് ഈ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ 2 മീറ്റർ ആണ്. സോ ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്ത് വരും? 2 മൾട്ടിപ്ലൈഡ് ബൈ സൈൻ 60 എന്ന് വരും അല്ലേ. സോ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമുക്ക് 2 സൈൻ 60 എന്ന് കിട്ടി. അതായത് ഈ 2 മീറ്റർ എന്നുള്ള ഫോഴ്സ് നിന്ന് ഓ എന്നുള്ള സെൻറ്ററിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 2 സൈൻ 60 ആണെന്ന് കിട്ടി. സോ അങ്ങനെയാണെങ്കിൽ എല്ലാ ഫോഴ്സിൻ്റെയും സെൻറ്ററിൽ നിന്ന് ഫോഴ്സിൽ നിന്നും പെർപെൻഡിക്കുലർ ആയിട്ട് ഓയിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 2 സൈൻ 60 തന്നെ ആയിരിക്കും. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ടേക്കിംഗ് മൊമെൻറ്റ് ഓഫ് ഓൾ ദ ഫോഴ്സസ് അബൌട്ട് ഓ എന്ന് പറഞ്ഞാൽ എന്ത് വരും? സിഗ്മ എം ഈസ് ഈക്വൽ ടു -10 പ്ലസ് 12 പ്ലസ് 15 പ്ലസ് 12 പ്ലസ് 16 പ്ലസ് 10 മൾട്ടിപ്ലൈഡ് ബൈ 2 സൈൻ 60. ഇതെന്തുകൊണ്ടാണ് മൈനസ് വന്നത്? ഇത് എങ്ങനെയാണ് മൂവ് ചെയ്യുക? എല്ലാം ഒരേ ഡയറക്ഷനിലാണല്ലോ അല്ലേ. സോ ഈ ഡയറക്ഷനിലാണ് ഇത് മൂവ് ചെയ്യുക മൊമെൻറ്റ് കൊടുക്കുമ്പോൾ അല്ലേ. സോ ഇങ്ങനെ മൂവ് ചെയ്യുന്നതിന് എന്തായിരുന്നു പറഞ്ഞത്? അത് എന്താ പറയുക, കൗണ്ടർ ക്ലോക്ക് വൈസ് മൊമെൻ്റ് അല്ലേ. സോ അതുകൊണ്ട് തന്നെ നമുക്കത് നെഗറ്റീവായിട്ട് എടുത്തുകൂടെ? ഓക്കെ, അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് നമുക്ക് എടുക്കാം അതിനകത്ത്. സോ അങ്ങനെയാണെങ്കിൽ -10 പ്ലസ് 12 പ്ലസ് 15 പ്ലസ് 12 പ്ലസ് 16 പ്ലസ് 10 മൾട്ടിപ്ലൈഡ് ബൈ 2 സൈൻ 60 എഴുതാം അല്ലേ. എന്ത് കിട്ടും? -75 മൾട്ടിപ്ലൈഡ് ബൈ 2 സൈൻ 60 എഴുതാം. സോ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 129.90 കിലോ ന്യൂട്ടൺ മീറ്റർ. ഇത് നെഗറ്റീവാണ്, അതുകൊണ്ട് തന്നെ കൗണ്ടർ ക്ലോക്ക് വൈസ് മൊമെൻ്റ് ആയിരിക്കും വരിക. ഒന്നുകിൽ നെഗറ്റീവ് 129.90 കിലോ ന്യൂട്ടൺ മീറ്റർ എന്ന് എഴുതാം, അല്ലെങ്കിൽ അത് നെഗറ്റീവ് എന്ന് പറയുന്നത് കൗണ്ടർ ക്ലോക്ക് വൈസ് ആണെന്ന് നമുക്ക് എഴുതാം. അത് 129.90 കിലോ ന്യൂട്ടൺ മീറ്റർ കൗണ്ടർ ക്ലോക്ക് വൈസ് സെപ്പറേറ്റ് ആയിട്ട് എഴുതാം. ഓക്കെ, സോ ഇതാണ് നമ്മുടെ മൊമെൻറ്റ് കിട്ടിയത്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ മൊമെൻറ്റ് എവിടെയാണ് ആക്ട് ചെയ്യുന്നത് കണ്ടുപിടിക്കണം.
അതെങ്ങനെ കണ്ടുപിടിക്കുക? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ Varignon's theorem പ്രകാരം sum of the moment of all the forces about a particular point which is equal to the moment of the resultant about the same point. അതായത് റിസൾട്ടൻ്റ് ഈ ഒരു പോയിന്റുമായിട്ട് ഉണ്ടാക്കുന്ന മൊമെൻ്റ് എന്ന് പറയുന്നത് ഇത് തന്നെയായിരിക്കും കിട്ടേണ്ടത്. ഓക്കെ, സോ റിസൾട്ടൻ്റ് ഈ ഒരു റിസൾട്ടൻ്റ് എന്ന് പറയുന്നത് ഈ ഒരു സെൻറ്റർ പോയിന്റുമായിട്ട് ഉണ്ടാക്കുന്ന മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ വരിക? റിസൾട്ടൻ്റ് മൾട്ടിപ്ലൈഡ് ബൈ ആ റിസൾട്ടൻ്റ് നിന്ന് സെൻറ്റർ പോയിന്റിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. അത് നമുക്ക് എക്സ് ആയിട്ട് എടുക്കാം. ഓക്കെ, സോ ആർ ഇൻറ്റു എക്സ് ആയിരിക്കും റിസൾട്ടൻ്റ് ഈ ഒരു സെൻറ്റർ പോയിന്റിൽ ഉണ്ടാക്കുന്ന ഈ റിസൾട്ടൻ്റ് ഈ ഒരു ഒ എന്നുള്ള പോയിന്റ് വെച്ചിട്ട് ഉണ്ടാക്കുന്ന മൊമെൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അങ്ങനെയാകുമ്പോൾ നമുക്കറിയാം ആർ ഇൻറ്റു എക്സ് ഈക്വൽ ടു 129.90 എന്ന് എഴുതാം. 129.90 എന്ന് എഴുതാം ആർ ഇൻറ്റു എക്സ് ഈക്വൽ ടു. സോ അതിനകത്ത് നോക്കി കഴിഞ്ഞാൽ എക്സ് ഈക്വൽ ടു 129.90 ഡിവൈഡ് ബൈ 6.54 എന്ന് എഴുതാം, വിച്ച് ഇസ് ഈക്വൽ ടു 19.80 മീറ്റർ. അത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇവിടെ ആർ എന്നുള്ള പോയിന്റ് ഞാൻ നേരത്തെ പറഞ്ഞു, ഇത് ഏത് ക്വാഡ്രന്റിലാണ് ആക്ട് ചെയ്യുന്നത്? സെക്കൻഡ് ക്വാഡ്രന്റിലാണ്. സെക്കൻഡ് ക്വാഡ്രന്റിലായതുകൊണ്ട് തന്നെ നമുക്ക് കണ്ടുപിടിക്കാം, ഇത് ഈ ഒരു ലൈൻ, ഇവിടെ ഒരു ലൈൻ വരയ്ക്കുന്നു. ഓക്കെ, സോ ഈ ഒരു പോയിന്റിലാണ്, ഇവിടെ ഏതെങ്കിലും ഒരു പോയിന്റിലാണ്, അതായത് എക്സ് ഡിസ്റ്റൻസ്, ഈ ഒ എന്നുള്ള പോയിന്റിൽ നിന്ന് എക്സ് ഡിസ്റ്റൻസ് കഴിഞ്ഞ പെർപെൻഡിക്കുലർ ആയിട്ട് എക്സ് ഡിസ്റ്റൻസ് കഴിഞ്ഞിട്ടായിരിക്കും ഇതിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ വരുന്നത്, അല്ലേ? സോ എക്സ് എന്നുള്ള ഡിസ്റ്റൻസിൽ ഒരു ലൈൻ വരയ്ക്കാം, ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്നത് എക്സ്. അപ്പോൾ ഈ എക്സ് ഡിസ്റ്റൻസ് കഴിഞ്ഞിട്ടുള്ള ലൈൻ ഓഫ് ആക്ഷനിലായിരിക്കും നമ്മുടെ റിസൾട്ടൻ്റ് ആർ ഉണ്ടാവുന്നത്. സോ അതിവിടെ വരച്ച് കഴിഞ്ഞ് നമുക്ക് ഇവിടെ ഒരു പോയിന്റ് മീറ്റ് ചെയ്യും. സോ ആ പോയിന്റ് ആയിരിക്കും നമുക്ക് നമ്മുടെ റിസൾട്ടൻ്റ് ആക്ട് ചെയ്യുന്ന പോയിന്റ് എന്ന് പറയുന്നത്. ആ പോയിന്റ് കണ്ടുപിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങൾ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്താൽ മാത്രം മതി. റിസൾട്ടൻ്റ് കിട്ടി, റിസൾട്ടിൽ നിന്ന് അതിൻ്റെ മൊമെൻറ്റ് സെൻറ്ററിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് കിട്ടി. സോ ഇത്രയും കണ്ടുപിടിച്ചാൽ മാത്രം മതി നമുക്ക്. ഇതിനകത്ത് ഡയറക്റ്റ് ഇതുപോലെ ചോദിക്കാതെ ചിലപ്പോൾ റിസൾട്ടൻ്റ് ആദ്യം തന്നിട്ട് നമുക്ക് വേറെ ഏതെങ്കിലും അൺനോൺ ഫോഴ്സ് കണ്ടുപിടിക്കാനൊക്കെ ചോദിക്കാം. സോ അത്തരം പ്രോബ്ലംസ് ഇതിനകത്ത് കുറേ നമ്മൾ ടെക്സ്റ്റ് ബുക്കിനകത്ത് ഒരുപാട് സോൾവ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്, അതൊന്ന് നിങ്ങൾ ചെയ്ത് നോക്കണം. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് അടുത്ത പ്രോബ്ലത്തിലേക്ക് പോകാം. സോ നെക്സ്റ്റ് ഒരു പ്രോബ്ലം നോക്കാം. ഫൈൻഡ് ദ റിസൾട്ടൻ്റ് ഓഫ് ദ ഫോഴ്സസ് ഷോൺ ഇൻ ഫിഗർ. ഇവിടെ ഇങ്ങനെയൊരു സ്ട്രക്ചർ ഉണ്ട്, ഇതിനകത്ത് ഓരോ എന്താ പറയുക, ഇങ്ങനൊരു മൊത്തത്തിലുള്ളൊരു സ്ട്രക്ചറാണ്, ഒരു ബീം സ്ട്രക്ചറാണെന്ന് വിചാരിച്ചാൽ മതി. സോ ഒരു സെൻറ്റർ പോയിന്റ് ഒ ആണെന്നുണ്ട്. അതിൻ്റെ ഓരോ ലെങ്ത് എന്ന് പറയുന്നത് 1 മീറ്റർ 1 മീറ്റർ 1 മീറ്റർ, അതുപോലെ തന്നെ വെർട്ടിക്കലായിട്ടുള്ള ലെങ്ത് എന്ന് പറയുന്നത് 1 മീറ്റർ 1 മീറ്റർ. സോ എല്ലാത്തിൻ്റെയും ഈക്വൽ ആയിട്ടുള്ള എന്താ പറയുക ലെങ്ത്തും ബ്രെഡ്ത്തും ആണുള്ളത്. സോ അതിൻ്റെ ഓരോ എഡ്ജിൽ നിന്നും 10 കിലോ ന്യൂട്ടൺ ആക്ട് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഇവിടെ ഒരു 10 കിലോ ന്യൂട്ടൺ ആക്ട് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഈ ഒരു എഡ്ജിൽ നിന്ന് 5 കിലോ ന്യൂട്ടൺ ആക്ട് ചെയ്യുന്നുണ്ട് കോർണറായിട്ട്. ഇവിടെ തന്നെ ഈ ഒരു പോയിന്റിൽ നിന്ന് 5 കിലോ ന്യൂട്ടൺ ആക്ട് ചെയ്യുന്നുണ്ട്. സോ ഇത്രയാണ് 3 ഫോഴ്സുകൾ, 10 കിലോ ന്യൂട്ടൺ 5 കിലോ ന്യൂട്ടൺ ആൻഡ് 5 കിലോ ന്യൂട്ടൺ, അല്ലേ? സോ ഇത് തമ്മിലുള്ള ആംഗിൾ എന്താ വരിക? ഇതിൻ്റെ ഈ ലെങ്ത്തും ഹൈറ്റും ലെങ്ത്തും സെയിം ആയതുകൊണ്ട് തന്നെ ഈ ആംഗിൾ എന്ന് പറയുന്നത് 45 ആയിരിക്കും, ഇവിടെയും 45 ആയിരിക്കും. സോ എല്ലാത്തിൻ്റെ ആംഗിൾ എന്ന് പറയുന്നത് 45 ആയിരിക്കും. ഓക്കെ, സോ നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യാൻ പറ്റുക നോക്കാം. സോ നമുക്ക് ആദ്യം സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് ഫൈൻഡ് ദ റിസൾട്ടൻ്റ് ഓഫ് ദ ഫോഴ്സ് സിസ്റ്റം. ഈ സ്റ്റെപ്പ് 1 എന്നൊന്നും എഴുതേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇതെന്ന് മാത്രമേ ഉള്ളൂ. ഫൈൻഡ് ദ റിസൾട്ടൻ്റ് ഓഫ് ദ ഫോഴ്സ് സിസ്റ്റം. സോ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് റിസോൾവ് ദ ഫോഴ്സസ് ഹൊറിസോണ്ടലി ആൻഡ് വെർട്ടിക്കലി. ഹൊറിസോണ്ടലി എന്ന് പറഞ്ഞാൽ സിഗ്മ എഫ് എക്സ് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ സിഗ്മ എഫ് എച്ച്. എഫ് എക്സും എഫ് എച്ചും, അല്ലെങ്കിൽ എഫ് എക്സ് ഡയറക്ഷനിൽ അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ. അത് എഫ് എച്ച് എന്ന് പറയുന്നത് എന്ത് വരും? നോക്കിയാൽ മതി, ഇവിടെ ഹൊറിസോണ്ടലായിട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സുകൾ ഏതൊക്കെയാണ്. ഇവിടെ വേറെ ഒരു ഫോഴ്സും ഹൊറിസോണ്ടലായിട്ട് ആക്ട് ചെയ്യുന്നില്ല, അതുകൊണ്ട് തന്നെ എല്ലാത്തിൻ്റെയും കോമ്പണൻസ് ആണ് ഉണ്ടാവുക, അല്ലേ? 10 കിലോ ന്യൂട്ടൻ്റെ എക്സ് കോമ്പണൻ്റ് ഉണ്ടാവും, 5 കിലോ ന്യൂട്ടൻ്റെ എക്സ് കോമ്പണൻ്റ് ഉണ്ടാവും, 5 കിലോ ന്യൂട്ടൻ്റെ എക്സ് കോമ്പണൻ്റ് ഉണ്ടാവും. അപ്പോൾ നോക്കിയാൽ മതി, എന്താ പറയുക, 5 cos 45 എന്ന് വരും. അതായത് ഈ 5 കിലോ ന്യൂട്ടൻ്റെ ഹൊറിസോണ്ടൽ കോമ്പണൻറ്റ് 5 cos 45, ഈ ആംഗിൾ എന്ന് പറയുന്നത് 45 ആയിരിക്കും. 5 cos 45 എന്ന് വരും അതിൻ്റെ ഹൊറിസോണ്ടൽ കോമ്പണൻറ്റ്. അതുപോലെ തന്നെ 10 cos 45 എന്ന് വരും, ഈ ആംഗിൾ 45 ആണ്. 10 cos 45 എന്ന് പറയുന്ന ഹൊറിസോണ്ടൽ കോമ്പണൻറ്റ് വരും. പ്ലസ് 5 cos 45 എന്ന് വരും ഈ ഒരു ഡിസ്റ്റൻസിലേക്കുള്ള, അല്ലെങ്കിൽ ഈ ഒരു ഡയറക്ഷനുള്ള ഈ 5 കിലോ ന്യൂട്ടൻ്റെ
എക്സ് കോമ്പണൻ്റ് എന്ന് പറയുന്നത്. സോ എല്ലാം കൂടെ ആഡ് ചെയ്യുക, കാരണം എല്ലാം പോസിറ്റീവ് എക്സ് ഡയറക്ഷനാണ് എൻ്റെ എക്സ് കോമ്പണൻ്റ് വരുന്നത്. സോ എല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 20 cos 45 എന്ന് കിട്ടും, അതായത് 14.14 കിലോ ന്യൂട്ടൺ എന്ന് കിട്ടും. സോ അതുപോലെ തന്നെ ഇനി വെർട്ടിക്കൽ അല്ലെങ്കിൽ സിഗ്മ എഫ് വൈ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ സിഗ്മ എഫ് വെർട്ടിക്കൽ കണ്ടുപിടിക്കുക. സിഗ്മ എഫ് ഇ എന്ന് പറയുന്നത് 10 കിലോ ന്യൂട്ടൻ്റെ വൈ കോമ്പണൻ്റ് എന്ന് പറയുന്നത് താഴേക്കായിരിക്കും ആക്ട് ചെയ്യുക. ഈ ആംഗിൾ തന്നെ 45 ആയതുകൊണ്ട് തന്നെ 5 sin 45 എന്ന് കിട്ടും അല്ലേ. സോറി, ഈ ആംഗിൾ 45 ആയതുകൊണ്ട് 5 sin 45 എന്ന് കിട്ടും. മൈനസ് ഇവിടെ 5 കിലോ ന്യൂട്ടൻ്റെ ഈ 5 കിലോ ന്യൂട്ടൻ്റെ വെർട്ടിക്കൽ കോമ്പണൻ്റ് എന്ന് പറയുന്നത് അപ്വേർഡ്സ് ആയിരിക്കും, അതായത് പ്ലസ് 5 sin 45. ഓക്കെ, അതുപോലെ തന്നെ ഈ 10 കിലോ ന്യൂട്ടൻ്റെ വെർട്ടിക്കൽ കോമ്പണൻ്റ് ഡൗൺവേർഡ്സ് ആയിരിക്കും, മൈനസ് 10 sin 45 മൈനസ് 5 sin 45 എന്ന് കിട്ടും. ഇതിൻ്റെയും വെർട്ടിക്കൽ കോമ്പണൻ്റ് തന്നെ താഴേക്കായിരിക്കും. സോ മൈനസ് 10 sin 45 എന്നല്ലെങ്കിൽ മൈനസ് 7.07 കിലോ ന്യൂട്ടൺ എന്ന് വരും. സോ എഫ് വെർട്ടിക്കൽ എന്ന് പറയുന്നത് ഡൗൺവേർഡ് ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുന്നത്. എഫ് ഹൊറിസോണ്ടൽ എന്ന് പറയുന്നത് പോസിറ്റീവ് എക്സ് ആക്സിലാണുള്ളത്. സോ ഇത് ഏത് ക്വാഡ്രന്റിലാണ് ഉണ്ടാവുക? അതായത് വൈ എന്ന് പറയുന്നത് നെഗറ്റീവും എക്സ് പോസിറ്റീവ് ആയിട്ടുള്ള ക്വാഡ്രന്റ് എന്ന് പറയുന്നത് ഫോർത്ത് ക്വാഡ്രന്റ് ആയിരിക്കും അല്ലേ. സോ അങ്ങനെയാണെങ്കിൽ നമുക്കിതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാം. റിസൾട്ടൻ്റ് ആർ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് സിഗ്മ എഫ് എച്ച് സ്ക്വയർ പ്ലസ് സിഗ്മ എഫ് ഇ സ്ക്വയർ എന്ന് എഴുതാം അല്ലേ. ആർ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് സിഗ്മ എഫ് എച്ച് സ്ക്വയർ പ്ലസ് സിഗ്മ എഫ് ഇ സ്ക്വയർ എന്ന് എഴുതാം. വിച്ച് ഇസ് ഈക്വൽ ടു 14.14 സ്ക്വയർ പ്ലസ് മൈനസ് 7.07 സ്ക്വയർ എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 15.81 കിലോ ന്യൂട്ടൺ. സോ റിസൾട്ടൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് നമുക്ക് കിട്ടി 15.81 കിലോ ന്യൂട്ടൺ അല്ലേ. ഇനി സിഗ്മ എഫ് ഈസ് നെഗറ്റീവ് ആൻഡ് സിഗ്മ എഫ് എച്ച് ഇസ് പോസിറ്റീവ്. സോ ദ റിസൾട്ടൻറ്റ് ഈസ് ഓൺ ദ ഫോർത്ത് ക്വാഡ്രന്റ്. റിസൾട്ടൻറ്റ് എന്ന് പറയുന്നത് ഫോർത്ത് ക്വാഡ്രന്റിലാണ് ആക്ട് ചെയ്യുന്നത് മനസ്സിലായി. ഇനി നമുക്ക് അതിൻ്റെ ഇൻക്ലിനേഷൻ കണ്ടുപിടിക്കാം. ഇൻക്ലിനേഷൻ വിത്ത് ഹൊറിസോണ്ടൽ എന്ന് പറയുന്നത് തീറ്റയാണ്. തീറ്റ ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് സിഗ്മ എഫ് ഇ ബൈ സിഗ്മ എഫ് എച്ച് എന്ന് പറയും. സോ ഇവിടെ നെഗറ്റീവും പോസിറ്റീവും എടുക്കേണ്ട ആവശ്യമില്ല. ടാൻ ഇൻവേഴ്സ് 7.07 ഡിവൈഡ് ബൈ 14.14 എന്ന് കിട്ടി. ദാറ്റ് ഇസ് ഈക്വൽ 26.57 എന്ന് കിട്ടി. ഓക്കെ, സോ തീറ്റ ആർ എന്ന് പറയുന്നത് ഫോർത്ത് ക്വാഡ്രന്റിലായതുകൊണ്ട് തന്നെ ടോട്ടൽ 360 ആണ്. 360 മൈനസ് തീറ്റ ആയിരിക്കും ഇവിടെ തീറ്റ ആർ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഈ ഒരു തീറ്റ ഈ ഹൊറിസോണ്ടൽ അല്ലെങ്കിൽ എന്താ പറയുക റിസൾട്ടൻ്റ് എന്താ പറയുക സിഗ്മ എഫ് എച്ചുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് ഈ തീറ്റയാണ് നമ്മളിവിടെ കിട്ടിയിട്ടുള്ളത്, സിഗ്മ എഫ് എച്ചുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ. ഓക്കെ, അത് എഴുതിയാൽ മതി. അല്ലെങ്കിൽ തീറ്റ ആർ എന്ന് പറയുന്നത് ഈ ഹൊറിസോണ്ടൽ ആയിട്ട് ഉണ്ടാക്കുന്ന ഇതിലുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ, അതായത് ഇങ്ങനെ വരും. രണ്ടെണ്ണം ഏത് വേണമെങ്കിലും എഴുതാം, കുഴപ്പമില്ല. ഇത് തീറ്റ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. സോ തീറ്റ ആർ ഇസ് ഈക്വൽ ടു 360 മൈനസ് തീറ്റ എന്ന് വരും, വിച്ച് ഇസ് ഈക്വൽ ടു 360 മൈനസ് 26.57 333.43 ഡിഗ്രി കിട്ടും. ഓക്കെ, അത് നമുക്ക് റിസൾട്ടൻ്റ് ആറ് കിട്ടി, അതുണ്ടാക്കുന്ന ആംഗിൾ കിട്ടി. ഇനി നമുക്ക് റിസൾട്ടൻ്റിൻ്റെ പൊസിഷനാണ് കണ്ടുപിടിക്കേണ്ടത്, അതായത് നേരത്തെ കണ്ടുപിടിച്ചത് മൊമെൻ്റ് ഉപയോഗിച്ചിട്ട് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സോ എല്ലാ ഫോഴ്സിൻ്റെയും മൊമെൻ്റ് അബൌട്ട് ഒ എന്നുള്ള പോയിന്റ് കണ്ടുപിടിക്കണം അല്ലേ. സോ നമുക്കിവിടെ അറിയാം ഫൈൻഡ് ദ മൊമെൻ്റ് ഓഫ് ഓൾ ദ ഫോഴ്സസ് അബൌട്ട് ഒ അല്ലേ. അങ്ങനെയാണെങ്കിൽ സിഗ്മ എം ഒ എന്ന് പറഞ്ഞാൽ എന്ത് വരും? ഇവിടെ 10 കിലോ ന്യൂട്ടൺ ഒയുമായിട്ട് ഉണ്ടാക്കുന്ന മൊമെൻ്റ് എന്ന് പറയുന്നത് 10ൻ്റെ ഹൊറിസോണ്ടൽ കോമ്പണൻറ്റ് ഒയുമായിട്ട് ഉണ്ടാക്കുന്ന മൊമെൻ്റ് ആയിരിക്കും അല്ലേ. അതായത് 10 cos 45 മൾട്ടിപ്ലൈഡ് ബൈ ഈ ഡിസ്റ്റൻസ്, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. സോ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 2 മീറ്റർ ആണ്, കാരണം 1 മീറ്റർ പ്ലസ് 1 മീറ്റർ ആണ് വരുന്നത്. സോ 2 മീറ്റർ ആണ്. 10 cos 45 മൾട്ടിപ്ലൈഡ് ബൈ 2 എന്ന് വരും അല്ലേ. ഇതെങ്ങനെയാണ് ഡയറക്ഷൻ വരുന്നത്? എന്താ പറയുക, ഇത് ഈ ഡയറക്ഷനിലാണുള്ളത്, അല്ലെങ്കിൽ ഇത് ഈ ഡയറക്ഷനിലാണ് റൊട്ടേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ അത് ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പോസിറ്റീവായിട്ട് എടുക്കാം. 10 cos 45 മൾട്ടിപ്ലൈഡ് ബൈ 2 എന്ന് കിട്ടും. പിന്നെന്താ ഉള്ളത്? 5 cos 45, ഈ 5 കിലോ ന്യൂട്ടൻ്റെ ഹൊറിസോണ്ടൽ കോമ്പണൻറ്റ്. ഓക്കെ, 5 കിലോ ന്യൂട്ടൻ്റെ ഹൊറിസോണ്ടൽ കോമ്പണൻറ്റ് ഈ ഓയുമായിട്ട് ഉണ്ടാക്കുന്ന മൊമെൻ്റ് എന്ന് പറയുന്നത് 5 cos 45 മൾട്ടിപ്ലൈഡ് ബൈ ഇതിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ എന്ന് ഓയിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. എപ്പോഴും ശ്രദ്ധിക്കണം, ഇവിടെ നിന്ന് ഇങ്ങനെയുള്ള ഡിസ്റ്റൻസ് ഒന്നും അല്ല എടുക്കേണ്ടത്. ഈ ഒരു ഫോഴ്സ് എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ ഇവിടെ നിന്ന് ഇതിൻ്റെ ലൈൻ ഓഫ് ആക്ഷനിൽ നിന്ന് ഇതിൻ്റെ ഓയിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്, അതായത് സെയിം ഡിസ്റ്റൻസ് തന്നെ വരും. ഓക്കെ, സോ 5 cos 45 മൾട്ടിപ്ലൈഡ് ബൈ 2 എന്ന് കിട്ടും. ഓക്കെ, ഇനി ഇതുപോലെ തന്നെ ഇവിടെ ഒരു സംഭവമുണ്ട്, 5 sin 45 അല്ലേ. ഇതിൻ്റെ ഇവിടെ ഒരു ഉണ്ട് 5 sin 45, അതായത് 5 കിലോ ന്യൂട്ടൻ്റെ
എന്താ പറയുക 5 കിലോ ന്യൂട്ടൻ്റെ വെർട്ടിക്കൽ കോമ്പണൻറ്റ്. ഓക്കെ, 5 കിലോ ന്യൂട്ടൻ്റെ വെർട്ടിക്കൽ കോമ്പണൻറ്റ് ഈ ഓയുമായിട്ട് ഉണ്ടാക്കുന്ന മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ 5 sin 45 മൾട്ടിപ്ലൈഡ് ബൈ 1 അല്ലേ. അതെന്ന് പറയുന്നത് കൗണ്ടർ ക്ലോക്ക് വൈസിലായിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഇങ്ങനെ വരും. അതെന്ന് പറയുന്നത് എന്താ വരിക, മൈനസ് ആണ് വരിക കൗണ്ടർ ക്ലോക്ക് വൈസ് ആയതുകൊണ്ട് തന്നെ. ഇനിയുള്ളത് ഈ 5 കിലോ ന്യൂട്ടൻ്റെ വെർട്ടിക്കൽ കോമ്പണൻറ്റ്, ഈ 5 കിലോ ന്യൂട്ടൻ്റെ വെർട്ടിക്കൽ കോമ്പണൻറ്റ് sin 45 അതും ഒരു മൊമെൻ്റ് ഉണ്ടാക്കുമല്ലോ അല്ലേ. ഈ 5 sin 45 മൾട്ടിപ്ലൈഡ് ബൈ അതിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ ആയിട്ടുള്ള ഓയിൽ നിന്നുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അതെന്താ വരിക 2 മീറ്റർ വരും അല്ലേ. 1 മീറ്റർ പ്ലസ് 1 മീറ്റർ. സോ 5 sin 45 മൾട്ടിപ്ലൈഡ് ബൈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് വരും അല്ലേ. സോ 5 sin 45 മൾട്ടിപ്ലൈഡ് ബൈ 2, 5 sin 45 മൾട്ടിപ്ലൈഡ് ബൈ 2 എന്ന് വരും. സോ ഇതെല്ലാം കൂടിയിട്ട് നമ്മൾ ആഡ് ചെയ്യാം. ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, 24.75 കിലോ ന്യൂട്ടൺ മീറ്റർ എന്ന് കിട്ടും. ഓക്കെ, ഇതൊന്ന് ചെയ്ത് നോക്കണം, നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണം. വെറുതെ ഇങ്ങനെ കണ്ടിട്ട് പോയാൽ പോരാ, എഴുതി തന്നെ പഠിക്കണം, എന്നാലേ മനസ്സിലാവുള്ളൂ. കാരണം ഇത് ഓരോന്നും വേണമെങ്കിൽ എഴുതിയിട്ട് നിങ്ങൾ ചെയ്ത് നോക്കിക്കോ. എനിക്ക് ഇങ്ങനെ വരച്ചിട്ട് തന്നെ ചെയ്ത് നോക്കിക്കോ, ഇല്ലെങ്കിൽ കൺഫ്യൂഷൻ ആയി പോകും. അതുകൊണ്ട് തന്നെ ചെയ്തിട്ട് തന്നെ പഠിക്കണം. ഓക്കെ, സോ നമുക്കറിയാം ടോട്ടൽ മൊമെൻ്റ് ഓഫ് ഓൾ ദ ഫോഴ്സസ് അബൌട്ട് O കിട്ടി. എന്താ കിട്ടിയ 24.75 വിച്ച് ഈസ് ഈക്വൽ ടു മൊമെൻ്റ് ഓഫ് ദ റിസൾട്ടൻറ്റ് അബൌട്ട് O, അതായത് R മൾട്ടിപ്ലൈഡ് ബൈ എക്സ്. റിസൾട്ടൻറ്റ് R ആണ്, അതിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പെർപെൻഡിക്കുലർ O ആയിട്ടുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എക്സ് ആണെങ്കിൽ R മൾട്ടിപ്ലൈഡ് ബൈ എക്സ് ഈക്വൽ ടു 24.75 കിലോ ന്യൂട്ടൺ മീറ്റർ എന്ന് കിട്ടും. അല്ലെങ്കിൽ എക്സ് എന്ന് പറയുന്നത് 24.75 ഡിവൈഡ് ബൈ R എന്ന് കിട്ടും, which is equal to 24.75 divided by 15.81 which is equal to 1.757 മീറ്റർ എന്ന് കിട്ടും. ഓക്കെ, അതായത് നമ്മുടെ എക്സ് എന്നുള്ള ഡിസ്റ്റൻസും കിട്ടി, ആറ് കിട്ടി, റിസൾട്ടൻ്റ് ആക്ട് ചെയ്യുന്ന ആംഗിൾ കിട്ടി, ഏത് കോണ്ടന്റിലാണെന്ന് മനസ്സിലായി. ഇനി നമുക്ക് ഇതിനകത്തൊന്നും കണ്ടുപിടിക്കാനില്ല, ഇത്രയാണ് നമ്മൾ കണ്ടുപിടിക്കാനുള്ളത്. സോ ഇന്നത്തേക്ക് നമുക്ക് ഇത് നിർത്താം. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പുതിയൊരു ചാപ്റ്ററായിട്ട് തുടങ്ങാം. ഈ പ്രോബ്ലംസ് ഒക്കെ ഒന്ന് ചെയ്ത് നോക്കണം, ചെയ്ത് തന്നെ പഠിക്കണം. ഇന്ന് ചെയ്ത 2 പ്രോബ്ലംസും കഴിഞ്ഞ ക്ലാസ് ചെയ്ത 2 പ്രോബ്ലംസും ഒന്ന് കൃത്യമായിട്ട് നോട്ടിൽ എഴുതി തന്നെ പഠിക്കണം. എഴുതി പഠിക്കുമ്പോഴാണ് നിങ്ങൾക്ക് അത് കൂടുതൽ മനസ്സിലാവുക. പിന്നെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ തന്ന 2 ഹോംവർക്ക് ഉണ്ടായിരുന്നു ആ ഒരു PPT-നകത്ത്, അത് രണ്ടും ഒന്ന് ചെയ്ത് നോക്കണം. ചെയ്തിട്ട് കിട്ടുന്നുണ്ടോ നോക്കണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിക്കാം. ഓക്കെ, എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ അടുത്ത് ചോദിക്കാം, മെസ്സേജ് അയക്കാം. ഓക്കെ, സോ ഇന്നത്തേക്ക് ഇത്രയും മതി. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കാണാം.